അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ട്രയോ വേഴ്സസ് PR പവർ ആൻഡ് ഫാൻ പവർ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ കളിച്ച 3 പേര് നെവിൻ, അക്ബർ, ആര്യൻ. ഇവർക്ക് 3 പേർക്കും സപ്പോർട്ടും PR വർക്കൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. അവർ 3 പേര് എഗെയിൻസ്റ്റ് റെസ്റ്റ് ഓഫ് ദ ഹൗസ്. അത് മനഃപൂർവ്വമാണ്. അവർ ആ ക്യാപ്റ്റൻസി എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് അവർക്ക് അതേ ഉണ്ടാവുള്ളൂ. കാരണം ഞാനിത് ആലോചിച്ചിരിക്കുവായിരുന്നു എപ്പോൾ ഇത് വരും. അപ്പോൾ കുറച്ച് വൈകിപ്പോയി. ഇന്നലെ കുറച്ച് സ്മൂത്തായിട്ട് പോയി. ഇന്ന് ഇതാ വന്നിരിക്കുവാണ്. മെയിൻ പ്രശ്നം വന്നത് കിച്ചൺ ഇഷ്യൂ. കിച്ചൺ ഇഷ്യൂ പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ എൻഡ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ എൻഡ്? ഇന്നലത്തെ എപ്പിസോഡിൽ എൻഡ് എന്തായിരുന്നു? അവർ കളിക്കുന്നു, എന്താണ് മറ്റേ സ്റ്റോർ റൂം അടച്ചു വിളിച്ച് കളിക്കുന്നു, ഇത് അടച്ചു വിളിച്ച് കളിക്കുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവിടെ ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഇല്ല. ആരെങ്കിലും വിശന്നിരുന്നായിട്ട് തോന്നിയോ? ഒരാൾ അവിടെ വിശന്നിരുന്നായിട്ട് എനിക്ക് തോന്നിയില്ല ലാസ്റ്റ് വരെ. ഇന്ന് രാവിലെ ആയപ്പം അവർ ഐഷ്യൂ എടുത്ത് കൊണ്ടുവന്നേക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് വൈകിയാണ് ഇന്നലെ കഴിച്ചത്. ശരിയാണ്, അവർ മോശമായിട്ടാണ് ചെയ്തത്. കാരണം അവർക്ക് ചെയ്യാമായിരുന്നു കുറച്ചും ബെറ്ററായിട്ട്. അവർ ചെയ്തില്ല. രാത്രിയല്ല, ഒരു വൈകുന്നേരം 6:30 എന്തായപ്പോഴാണ് അവർ ഭക്ഷണം കഴിച്ചത്, ശരിക്കും ലഞ്ച് കഴിച്ചത്. അത് വളരെ മോശമാണ്, നോ ഡൗട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിലുള്ള ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉണ്ടായിരുന്നു കഞ്ഞിയും പയറും മറ്റേ ടൊമാറ്റോ റൈസ് ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പുണ്ട്. അവരുണ്ടായിരുന്നു, ആരും ചോദിച്ചില്ല. അപ്പോൾ അവരെടുത്ത് കൊടുത്തുമില്ല. എന്നിട്ട് ഇന്ന് രാവിലെ ആയപ്പം അവർക്ക് പഴിയേറ്റോ? അത് ചെറിയ മിസ്റ്റേക്കാണ്, പക്ഷെ അത് വലിയൊരു എസ്കലേഷനിലേക്ക് പോയി. അവർ ഇഷ്യൂ ഉണ്ടാക്കും. കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവർ ഓൾറെഡി അറിയാം, നമുക്കറിയാലോ അവർക്ക് എഗെയിൻസ്റ്റ് ആണ് ബാക്കിയുള്ളവർ കളിക്കുന്നത്. ഈ ഷാനവാസും പെങ്ങളൂട്ടിയും പിന്നെ അനീഷും പിന്നെ ആരും ഇല്ല. ആരുടെ എഗെയിൻസ്റ്റ് ആണ് അനീഷ് അതേ പറയുള്ളൂ. ക്യാപ്റ്റൻ്റെ എഗെയിൻസ്റ്റ് പ്രത്യേകിച്ച് അനീഷ് അദ്ദേഹത്തെ പറയത്തുള്ളൂ. പിന്നെ അനുമോളും ഇവരൊക്കെ, അതായത് ഈ ഗ്യാങ് മൊത്തം അവർക്ക് എഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്നത്. സംശയമില്ല. സൗമാനാണ് ഒരു മനുഷ്യൻ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്കാരൻ്റെ പിന്നെ നിലപാടില്ല കേട്ടോ. അങ്ങോട്ട് പോവും, പിന്നെ അവിടെ കേട്ടത് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ പറയും യെസ്. അങ്ങനത്തെ ഒരാളാണ് സാബുമാൻ. അപ്പം ഇവരുടെ എഗെയിൻസ്റ്റ് ആണ് എല്ലാവരും കളിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇവരുണ്ടല്ലോ, അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ ഫാൻ പവർ പേടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. അവർ അന്തസ്സായിട്ട് കളിക്കുന്നുണ്ട്. മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അവിടെ മിസ്റ്റേക്സ് ശരിയും തെറ്റുമൊക്കെ എല്ലാവരുടെ ഭാഗത്തും ഉണ്ട്. എന്നാൽ നെവിൻ കുറച്ച് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, സംശയം എന്താ? അപ്പം ഷാനവാസും പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ വേർഡ്സ്. അതൊന്നും എപ്പിസോഡിൽ കാണിച്ച് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. അത് എന്താണ് നീ പോടീന്നൊക്കെ നെവിനെ വിളിക്കുന്നുണ്ട്. അത് എന്തർത്ഥത്തിലാണ് വിളിച്ചതെന്ന്. പിന്നെ അനുവും പറയാറുണ്ട്, അനുവും പറഞ്ഞിട്ടുണ്ട്, അനുവിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ നെവിൻ്റെ. അപ്പോൾ ഇതെല്ലാം മിസ്റ്റേക്സ് ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഫാനുള്ള ആൾക്കാർ മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. ഫാൻ ഇല്ലാത്തവർ മിസ്റ്റേക്സ് ചെയ്യുമ്പം അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ വേഴ്സസ് PR ടീം ആൻഡ് ഫാൻ പവർ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. കിച്ചണിന് മിസ്റ്റേക്ക് പറ്റി, ശരിയാണ്. രാവിലെ തന്നെ ആദില നൂറ ഇരുന്ന് പറയാം. രാവിലെ തന്നെ അവർ പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിരാവിലെ അവൻ എണീറ്റിട്ട് പാല കുടിക്കുന്നുണ്ടായിരുന്നു. ഫുൾ ഈ ക്യാപ്റ്റൻസിനെ കുറ്റം പറയലാണ്. ക്യാപ്റ്റന്മാർക്ക് അത് കൊള്ളൂല, ക്യാപ്റ്റൻസിയിലേക്ക് ഇത് വരാൻ പാടില്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറേ. എന്താണ് ഗ്രൂപ്പ് കളിക്കുവാണ്. പിന്നെ അക്ബറാണ് ഏറ്റവും മോശം. അത് ഓഫ് കോഴ്സ് ആണല്ലോ. പിന്നെ ആര്യന് ഫൈനൽ 5 വരാൻ മാത്രമാണ് അവന് ആഗ്രഹം. അപ്പോൾ ഇവർക്ക് ആഗ്രഹമില്ലേ? നൂറയ്ക്ക് ആഗ്രഹമില്ലേ? മിഞ്ഞാന്നൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ നൂറ അതിലേക്ക്. എസ്പെഷ്യലി ജെൻഡർ കാർഡ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ അല്ലേ? ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ ആണ്. എല്ലാവർക്കും വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നൂറ പൊയ്ക്കോട്ടെ എന്ന് വെച്ചാൽ അവരെല്ലാം കൈകൊട്ടിയിരിക്കണോ? അങ്ങനെയല്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ ഷാനവാസിൻ്റെ പെങ്ങളൂട്ടിയാണല്ലോ ഇവരൊക്കെ. അപ്പോൾ ആ ഷാനവാസിൻ്റെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഷാനവാസിന് പണപ്പെട്ടി എടുക്കാം എന്നുള്ള ആഗ്രഹമുള്ള പോലെയൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്നേഹമൊന്നുമില്ല കേട്ടോ. പെങ്ങളൂട്ടി എന്നൊക്കെ പറയാം, നമുക്ക് പേരിൽ പറയാനുള്ളൂ. പക്ഷേ കിട്ടിയപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കും ഇവർ. അതാണ് സത്യം. എന്നിട്ട് എല്ലാവരും ഫേക്കാന്ന് പറയും. ഇവരുൾപ്പെടെ എല്ലാവരും ഫേക്കാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരോട് ഇവർ കാണിക്കുന്നതൊക്കെ ഫേക്കായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം അതൊക്കെ ഇന്ന് ഇവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കിച്ചൺ ഇഷ്യൂലേക്ക് എത്തിരുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ അക്ബർ, ആര്യൻ അവർ രാവിലെ ഒരു 8-10 ആയപ്പോൾ അവർ എണീറ്റു കേട്ടോ. ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ലല്ലോ. ഇപ്പോഴത്തെ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്തിന് കഴിക്കില്ല. ഫുഡ് അത് എല്ലാ കിച്ചൺ ടീമും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് മാത്രമൊന്നുമല്ല, പക്ഷേ ഇവർക്ക് വിശന്നു അങ്ങനത്തെ സംഭവം എടുത്തിട്ടാണ് ഉണ്ടായത്. പക്ഷേ അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ദോശയും ഒരു 10 മണിയൊക്കെ ആയപ്പോൾ കൊടുത്തിട്ടുണ്ട്. ദോശയും ഒരു പരിപ്പോ പയറോ എന്തോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ പോലും ഇവർക്ക് കഴിക്കാൻ പറ്റില്ല. ആർക്ക് അതിലെ നുറുക്കിയൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം അവർ വേറെ ഫുള്ളായിരുന്നു പാലൊക്കെ കുടിച്ചിട്ട്. എന്നാലും അവരൊരു ഇത് കുത്തി കയറ്റി കഴിച്ചു കേട്ടോ. കാരണം ബഹളം ഉണ്ടാക്കി പോയില്ലേ, കഴിച്ചല്ലേ പറ്റൂ. അപ്പോൾ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഇതിലേക്ക് കയറിയത്. കിച്ചൺ മറ്റേ ലഞ്ചിൽ ഉണ്ടാക്കാൻ വേണ്ടി കയറി നെവീനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെയൊക്കെ ശരിക്കും പണിയെടുത്തിട്ടുള്ളത്. ഫുൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഇന്നും പണിയെടുത്തിട്ടുണ്ട്. കിച്ചൺ ടീം നല്ലോണം പണിയെടുക്കുന്നുണ്ട്, അതില്ലാന്നല്ല. പക്ഷേ ഇന്നലെ ഒരു മിസ്റ്റേക്ക് പറ്റിയവർക്ക്. ആ ഒരു മിസ്റ്റേക്കിലാണ് ഇവരെല്ലാവരും കയറി പിടിച്ചിരിക്കുന്നത്. കാരണം ഇവർക്ക് ജയിൽ നോമിനേഷൻ ചെയ്യാൻ ഒരാളെ വേണം. ഈ തവണ ജയിൽ നോമിനേഷൻ ഉണ്ടാവുമോ? എനിക്ക് സംശയമുണ്ട് ജയിൽ നോമിനേഷൻ ഉണ്ടാവുമെന്ന്. കാരണം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് തീർന്നാലല്ലേ ജയിൽ നോമിനേഷൻ ഉണ്ടാവുള്ളൂ. ഓൾറെഡി പകുതി പോലും ആയിട്ടില്ല. എങ്ങനെയാണ് എനിക്കറിയില്ല, അത് സംശയമുണ്ട്, എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇവർ ജയിൽ നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ ക്യാപ്റ്റനെ ഇങ്ങനെ ഈ ക്യാപ്റ്റൻസിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ പ്ലാൻ. വീടിൻ്റെ മൊത്തം പ്ലാനാണ്. അനീഷ് ഒഴുകി ബാക്കി എല്ലാവർക്കും ആ ഒരു മെൻ്റലി അതുണ്ട്.
അനീഷും സൗമാനും മാത്രമാണ് എപ്പോഴും ഒരു കുറച്ച് അറിവില്ലാതെ നിൽക്കുന്ന ഒരു ആൾ. പക്ഷേ അനീഷും അതന്നെ ചെയ്യത്തുള്ളൂ. ഫൈനൽ നോമിനേഷൻ വരുമ്പോൾ നോക്കിക്കോ, അനീഷും അതന്നെ പറയത്തുള്ളൂ. കാരണം ഇഷ്യൂസ് അങ്ങനെയാണ് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ ഈ കഞ്ഞിയും പയറൊക്കെ ഇരിക്കുന്ന കാര്യം ഇവർ അറിഞ്ഞിട്ടുമില്ല, അതൊന്നും ചെയ്തുമില്ല. എന്നിട്ട് അവസാനം ഇവർ ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്താണ് പിന്നെ ഷാനവാസിൻ്റെ പ്രശ്നം. അതാണ് ഒരു കറി. ഞാൻ പറയട്ടെ, നെവിൻ അവിടെ എല്ലാവരും ഒരു കറി വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കറി മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ടും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ വരുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് സമയമില്ല, അത് ശരിയാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്നറിയോ, നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു വീട്ട് ഫുൾ ഹൗസ് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം അവിടെ നെവിൻ എന്ത് പറയുമ്പോഴും അത് നെവിൻ അഗെയിൻസ്റ്റ് ടാർഗറ്റ് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. അതാണ് ഇന്ന് ഷാനവാസ് ചെയ്തത്. അതാണ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണ്. കറിയില്ല, 2 കറിയല്ല 3 കറി വേണം. പിന്നെ 3 കറി കൂട്ടിയിട്ടൊക്കെ ബിഗ് ബോസ് ഹൗസിൽ കഴിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ആയിക്കോട്ടെ, അത് 3 കറി വേണം അവർ. പക്ഷെ എന്നാലും അവർ 2 കറി ഉണ്ടാക്കി കൊടുത്തിട്ട്, ഒരു തോരനും ക്യാബേജ് തോരനും ഒരു പാവയ്ക്ക കറിയാണ് ഉണ്ടാക്കി കൊടുത്തത്. അതൊക്കെ ചെയ്തു. പക്ഷേ നെവിൻ അവിടെ പറയുന്നൊരു കാര്യമുണ്ടെങ്കിലും അവർ ഈ കാര്യം എടുത്തിട്ട് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഇടും. അതാണ് അവരുടെ ഗെയിമാണ് കേട്ടോ, ഇതെല്ലാം ഗെയിമാണ്. പക്ഷേ അത് വരും. അപ്പോൾ നെവിൻ അവിടെ എന്ത് പറഞ്ഞാലും അത് നെവിൻ തന്നെ തിരിച്ചങ്ങോട്ട് ബാക്ക് ഫയർ ആവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവിടെ മിണ്ടാതിരുന്നിട്ട് ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാൽ മതി. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ അധികം ഇത് കൊടുക്കണ്ട. അവിടെ അന്നേരം കുറേ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ പാവയ്ക്കക്കറി ഇഷ്യൂ ഒക്കെ സമയത്ത് തന്നെ പിന്നെ ക്യാപ്റ്റനായിട്ട് നെവിനാണ്. ഈ നൂറ അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ ഒരു എഗ്ഗ് അവർക്ക് കിട്ടിയ മുട്ടയുണ്ടല്ലോ, മുട്ടയിൽ കുറച്ച് ബോയിൽ ചെയ്ത് കഴിക്കുന്നുണ്ട് സൗമാനൊക്കെ കൂടെ. അപ്പം ഇവരോട് ചോദിക്കുന്നില്ല, കിച്ചൺ ക്യാപ്റ്റൻ ആൾക്കാരോട് ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോൾ നെവിൻ പോയി പറഞ്ഞു ഇൻഫോം ചെയ്യണം. അത് സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നതാണ്. ഇതേ ഒരു ഇഷ്യൂ ആണ് ഷാനവാസ് അനുമോളോട് പറഞ്ഞത്, ഏത് കടലമാവിൻ്റെ കേസിൽ. എന്നിട്ട് ഷാനവാസ് അനുമോളെ എവിടേക്ക് നോമിനേറ്റ് ചെയ്തു, ജയിൽ നോമിനേഷനും അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിരുന്നില്ല. അത് ഓർമ്മയുണ്ടോ? ഷാനവാസ് മറന്നെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ സെയിം ഇഷ്യൂ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നെവിൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെവിൻ ചെയ്യുമ്പോൾ അത് തെറ്റും, ഷാനവാസ് ചെയ്യുമ്പോൾ അത് മാസം ആവരുത്, അത്രേ എനിക്കുള്ളൂ. ഷാനവാസ് മറന്നുപോയി. അപ്പോൾ നെവിനോട് ചോദിക്കുന്നത് നിന്നോട് എന്തിനു പറയണം? അത് പ്രൊവോക്കേഷനാണ്, ഫുൾ പ്രൊവോക്കേഷനാണ് അവിടെ ചെയ്ത്. ഗെയിമാണ് കേട്ടോ, അത് ഗെയിം കളി തന്നെയാണ്. പക്ഷേ അവിടെ നെവിൻ്റെ ഭാഗത്ത് തെറ്റില്ല, നെവിൻ ചോദിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായ എസ്കലേഷൻ ആ കോൺവെർസേഷനിൽ ഷാനവാസ് കുറേ പോടി, പിന്നെ കുറേ ആക്ഷൻസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് കറക്റ്റല്ല. അവിടെ നെവിനായിരുന്നു അവിടെ കറക്റ്റ്. അവിടെ കാരണം അത് സംഭവമില്ല. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് നെവിൻ ലഞ്ച് കഴിച്ചപ്പം ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, പുള്ളിക്കാരൻ ലഞ്ചിൽ കഴിച്ചു ആ പയർ കറിയും ഇതും കൂട്ടിയിട്ട്. അപ്പം ഷാനവാസ് അവിടെയും കുറേ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അൺനെസസറി ആയിരുന്നു, കാരണം അവിടെയൊക്കെ നെവിൻ്റെ ഭാഗത്താണ് ശരി. അപ്പോൾ ഇങ്ങനെയാണ് കേസ് പോകുന്നത്. പക്ഷേ ഇന്ന് ശരിക്കും കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് നെവിനൊക്കെ ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു ബിഗ് ബോസ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അതൊക്കെ നന്നായി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നെവിനും അനുവായിട്ടുള്ള ഇഷ്യൂ. അത് വേറൊന്നുമില്ല, വെറുതെ ഒരു ഇഷ്യൂ അനു ഉണ്ടാക്കി. അതിൽ കയറിയിട്ട് അനു പിന്നെയും വായ കഴിയിട്ട് വാ, അത് കഴിയിട്ട് വാ. എനിക്കതൊന്നും ദഹിക്കില്ല. എന്നിട്ട് അങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ അതൊക്കെ പ്രൊവോക്കേഷനായിട്ട് കാണുന്നത്. അത് ഫിസിക്കലായിട്ടൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ പ്രൊവോക്കേഷനാണ്. പിന്നെ അത്രയും പ്രൊവോക്കേഷൻ ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ് ഹൗസിൽ. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഗെയിമേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്? എന്നാൽ പിന്നെ കപ്പെടുത്ത് അനുവിനും ഷാനവാസിനും ഒക്കെ ടോപ്പ് 3 ആയിട്ടാണ് കൊടുക്കുക. ഇവരെ കൈ കെട്ടിയിരിക്കണോ? അവർ ഗെയിം കളിക്കട്ടെ. ഗെയിം കളിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഫിസിക്കൽ അല്ലാതെ എന്ത് ഗെയിം കളിക്കുന്നതിനും ബിഗ് ബോസ് തെറ്റില്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പ്രൊവോക്കേഷൻ ഇസ് ഓക്കെ. അവിടെ ജെൻഡർ കാർഡ് എടുത്തിടും, അതെനിക്കിഷ്ടമല്ല. അനു അവിടെ ജെൻഡർ കാർഡ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറയും. അത് അവിടെ ആൺകുട്ടി പെൺകുട്ടി ഒന്നും ഇല്ല അനു, അവിടെ ഗെയിം കളിക്കാൻ വന്നവരാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയമാണ് അത്. ആ ജെൻഡർ കാർഡ് എടുത്തിടാതെ ഗെയിം കറക്റ്റായിട്ട് കളിക്കുക. അവിടെ പറഞ്ഞു നിൽക്കേണ്ട അടുത്ത് പറഞ്ഞു തന്നെ നിൽക്കണം, അത്ര തന്നെ. അതാണ് അനു ചെയ്യേണ്ടത്. പലപ്പോഴും അനു അത് ചെയ്യാറില്ല. അതാണ് അനുവിനുള്ള ഈ പ്രശ്നം. ജെൻഡർ കാർഡ് എടുത്തിട്ട് ജെൻഡർ ഇഷ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ടാസ്ക് വന്നു. ടാസ്കിലൊക്കെ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ടോപ്പിൽ വന്നത് ആര്യൻ ഫസ്റ്റ് അല്ലേ, ആര്യനാണ് ഫസ്റ്റ്. പിന്നെ നൂറ, പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ, അപ്പം അത് കഴിഞ്ഞിട്ട് അനുമോൾ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം ടോട്ടൽ സ്കോർ എടുത്ത് നോക്കുമ്പോൾ നൂറ ടോപ്പിലാണ് ഇപ്പോഴും. ആര്യൻ അടുത്ത് തന്നെ ഉണ്ട്, നെവീനുണ്ട്, അക്ബറുണ്ട്, സൗമാൻ, അനുമോൾ, ഷാനവാസ്, ആദില, അനീഷ്, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷേ ആ കളിയുടെ ഇടയിലും എനിക്ക് ഭയങ്കര ഒരു ടിക്കറ്റ് ഫിനാലേക്ക് ശരിക്കും പറഞ്ഞാൽ ഫണ്ണാണ്. ആ സമയമാകുമ്പോഴേക്കും എല്ലാം മറന്നൊന്ന് ഫ്രീ ആവും. പക്ഷേ ഇപ്പോഴും ആ ടാർഗറ്റിംഗ് ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും കാണാൻ പറ്റി. ഷാനവാസ് അതിനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് അക്ബറിനൊക്കെ നല്ലോണം ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നുണ്ടായിരുന്നു, നല്ല പോലെ ബോൾ അടിക്കുന്നത്. അത് ഓക്കെ, ടാർഗറ്റിംഗ് അലൗഡാണ് ആ ഗെയിമിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിടണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ആരോട് പറയുന്നുണ്ട്? നൂറ് ആതിരോടൊക്കെ ഇന്ന് പറയുന്നുണ്ട് ഞാൻ നല്ലപോലെ കൊടുത്തിട്ടുണ്ടെന്ന്. അവിടെയാണ് പ്രശ്നം. അതൊരു പേഴ്സണൽ ഗ്രഡ്ജായി മാറി. എന്തിനാണ് പേഴ്സണൽ സാധനങ്ങൾ എടുത്തിരുന്നത്? അതുപോലെ തന്നെ നെവീൻ നമ്മുടെ അനുമോളെ ചെയ്തത് അതും പേഴ്സണലാണ്. സംശയം എന്താ? അനുമോൾ തിരിച്ചും ഇറങ്ങി കഴിഞ്ഞിട്ട് അനുമോൾക്കും തിരിച്ചു കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം പേഴ്സണൽ ഗ്രഡ്ജ് ഇവരെല്ലാവർക്കും ഉണ്ട്.
എല്ലാവരും അങ്ങനെ മുത്തുപൊഴിയുന്ന ആൾക്കാരൊന്നുമല്ല, എല്ലാവരുടെ ഭാഗം തെറ്റുണ്ട്. പക്ഷേ ഫാൻകാർ ചെയ്യുമ്പം കുറേ പേര് എന്താ വൈറ്റ് വാഷ് എന്ന് പറയുമല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ അതുപോലെ അവർ വൈറ്റ് വാഷ് ചെയ്ത് വിടും, അല്ലെങ്കിൽ നന്നാക്കി വിടും, ഒരു റീലൊക്കെ ഉണ്ടാക്കി അവരെ പൊക്കി വിടും, ഇവരെ മോശമാക്കി വിടും. അത് പൊതുവേ അവർ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രണ്ടുപേരുടെയും ശരിയും തെറ്റെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് ശരി എന്താ തെറ്റെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നാണ് നമ്മുടെ എല്ലാവരും പിന്നെ വന്നു കഴിഞ്ഞിട്ട് കിടന്ന് ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മുടെ അനുമോൾ കിടന്നു. ഓക്കെ ഫൈൻ, അനുമോൾ കിടന്നു. അവിടെ ആരും ചെന്ന് എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വിളിച്ചു കഴിയുമ്പോൾ അപ്പോൾ അവസാനം നെവിൻ വന്നു. അനുമോൾ ശരിക്കും കണ്ടു തുറന്നിട്ടുണ്ടായിരുന്നു, അത് ശരിയാണ്. അപ്പോൾ നെവിൻ പറഞ്ഞു എണീറ്റിരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോൾക്ക് പിന്നെ നെവിൻ പറഞ്ഞാൽ കേൾക്കില്ല, അത് ഉറപ്പാണ്. നെവിനോടുള്ള ആ ദേഷ്യവും വൈരാഗ്യമൊക്കെ നേരത്തെ അങ്ങോട്ടും പേഴ്സണലായിട്ട് അവർക്കുണ്ട്. അപ്പോൾ നെവിനോട് എന്തോ പറഞ്ഞു, നീ പോടാ, നീ പറഞ്ഞാൽ കേൾക്കില്ല, എന്തോ ഒരു പ്രൊവക്കേഷൻ ആയിട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ നെവിൻ നേരെ തന്നെ വെള്ളം കുടഞ്ഞതേ ഉള്ളൂ. അതൊക്കെ എല്ലാവരും അങ്ങോട്ടും ചെയ്യും. അത് ആദ്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യമേ പലവരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതെന്താ പ്രശ്നം അറിയാം, ഇവർ തമ്മിൽ ഗ്രഡ്ജാണ്. ആര്, നെവിനും അനുമോളും തമ്മിൽ അങ്ങോട്ടൊന്നും ഒരു ശത്രുതയുണ്ട്, ഒരു എന്താണ് മനസ്സിലൊരു ശത്രുതയുണ്ട്. ആ ശത്രുത വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മറ്റാൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നത്. അപ്പം അനുമോൾ അവിടെ ഭയങ്കരമായിട്ട് ഇതായിട്ട് മാന്തയോ തട്ടയോ അങ്ങനെ ചെയ്തു, ഒരു തരം ഒരു പുഷ് ചെയ്ത് മാറ്റുക, അങ്ങനത്തെ ഒരു സംഭവം. ഭയങ്കര ഫിസിക്കലൊന്നും ആയില്ല, എന്നാലും കുറച്ച് ഫിസിക്കൽ പോലെ തോന്നും. അങ്ങനെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ മേത്ത് വെള്ളവും ആ കുപ്പിയിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ചു ആ മുകളിലേക്ക്, ആ മൈക്ക്. അപ്പം ഞാൻ വിചാരിച്ച മൈക്കൊക്കെ കാണിച്ചത് അതൊക്കെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ പിന്നെ നെവിനെ ഞാൻ മനസ്സിലാക്കിയോളാം. നെവിനോട് നെവിൻ എന്നുള്ള ആൾ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ടുള്ളത്. അത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ആ സീൻ? പുള്ളിക്കാരനെ ട്രിഗർ ചെയ്താൽ പുള്ളിക്കാരൻ ഏത് അച്ഛവും പോകും. അത് നെവിന് അതൊന്നും നോട്ടമില്ല. PR ഉണ്ടോ, ഞാൻ നാളെ പോവോ, നെവിൻ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാളെ പോയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇവിടെ കളിച്ചിട്ടേ പോകൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് നെവിൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ അപ്രീഷിയേറ്റേ ചെയ്യത്തുള്ളൂ. കാരണം വെച്ചാൽ ബാക്കി എല്ലാവരും, ഷാനവാസ് ഉൾപ്പെടെ വലിയ പറയുന്നുണ്ടായിരുന്നു നെവിനോട്, നീ ആണാണോ, ഞാൻ ആണാണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നെവിൻ ആണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, എന്താണ് ഈ ആണെന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ധൈര്യത്തിനാണ് ഇവർ ആണത്തം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഫാൻ പവർ ഉള്ള PR വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവരുടെ അഗെയിൻസ്റ്റ് കളിക്കാൻ കാണിക്കുന്ന ഇവരുടെ ധൈര്യത്തെയാണ് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താണ്, അവർ ഫാൻ പവറും മറ്റേ PR വർക്ക് ഉള്ളവരെയൊക്കെ സൂചിപ്പിച്ച് നിർത്തിയിട്ട് അത് കളിക്കാൻ എന്താ എളുപ്പം? അത് എളുപ്പമല്ലേ? അവർക്ക് ഓൾറെഡി PR ഉം ഫാൻ പവറും ഉണ്ട്. അപ്പോൾ പിന്നെ എളുപ്പമായാലോ, അങ്ങനെ ടോപ്പിലേക്ക് അങ്ങ് കയറിപ്പോ. മറ്റുള്ളവർ എന്തെങ്കിലും കളിക്കട്ടെ, അവർ എന്തെങ്കിലും ആവട്ടെ, അവർ ഔട്ടായി പോയാലും കുഴപ്പമില്ല, അവർ ഇതിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് നല്ല ഫ്യൂച്ചർ തന്നെ ഉണ്ടാവും, നോ ഡൗട്ട്. അപ്പോൾ നെവിൻ അവിടെ ഒരു പേടിയില്ലാതെ നെവിൻ കളിക്കുന്നത്. ഡയറക്റ്റ് മിസ്റ്റേക്സ് ഇല്ല എന്നല്ല. നെവിൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പോയി ഒരു വലിയ കുടമെന്നല്ല, ഒരു കുറച്ച് വലിയ പാത്രം വെള്ളം തന്നെ ഒഴിക്കുന്നുണ്ട് അനുമോളുടെ ബെഡിലേക്ക്. പക്ഷേ അതൊരു ടിറ്റ് ഫോർ ടാറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യേണ്ടിയിരുന്നില്ല. ചെയ്തുകൊണ്ടൊരു കണ്ടന്റ് ഉണ്ടായി. ആ കണ്ടന്റ് നെവിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വേറൊരാൾക്കും ബിഗ് ബോസ് ഈ കണ്ടന്റൊക്കെ വെറും ചെറിയ കണ്ടന്റാണ് കേട്ടോ. ബിഗ് ബോസ് ഹിന്ദി ഇപ്പോഴത്തെ 19 എടുത്ത് പോയി കണ്ടു നോക്കണം. അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും. പക്ഷെ അവരത് കഴിഞ്ഞാൽ അത് വിടും. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഇത്ര വലിയ PR വർക്കും ഉണ്ടെങ്കിലും അതൊന്നും നടക്കൂല അവിടെ വേറെ ലെവലാണ് ബിഗ് ബോസ്. അപ്പോൾ ഇവിടെ നെവിൻ അത് ചെയ്തു ശരിയാണ്, അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ചെയ്തു. എനിക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, ഞാൻ കണ്ടിരുന്നു. സത്യം പറയാം, ബിഗ് ബോസ് ലെവൽ ഗെയിം പോലെ എനിക്ക് തോന്നി സത്യമായിട്ടും. ആദ്യമായിട്ടും മലയാളത്തിലൊക്കെ ആ ലെവൽ ഗെയിമൊക്കെ കളിക്കാൻ ആർക്കും ധൈര്യമില്ലാത്ത അത് നെവിൻ കളിച്ചു. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഹീസ് എ ബിഗ് ബോസ് മെറ്റീരിയൽ മാൻ. എനിക്ക് നെവിൻ്റെ ആ ഗെയിം കണ്ടപ്പോൾ ആരെയും ഓർമ്മ വന്നെന്ന് അറിയാം? എനിക്ക് റിയാസ് സലീമിനെ ഓർമ്മ വന്നത്. അവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടും ഏറ്റവും ഹൈ ഫാൻ പവറായിട്ട് നിന്ന് ഒരാൾക്ക് എഗെയിൻസ്റ്റ് റിയാസ് സലീം കളിച്ചിട്ടുണ്ടായിരുന്നു സീസൺ 4. അതേപോലെ തന്നെ ആ ധൈര്യത്തോടെ ഇന്ന് കളിക്കാൻ തോന്നിയത് നെവിനാണ്. ഒരു പേടിയില്ല, നാളെ പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോയാലും കുഴപ്പമില്ല നെവിൻ, യു വിൽ ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ ധൈര്യത്തിനാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെവിൻ അവിടെ ചെയ്തു, ഓക്കെ ഫൈൻ, ചെയ്യേണ്ടിയിരുന്നില്ല, ചെയ്തു. പക്ഷെ ഇനി ചെയ്ത് കഴിഞ്ഞ ശേഷം അനുമോളുടെ അടുത്തൊരു ഇത് ചെയ്തിട്ട് അനുമോൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മളൊന്നും പറയില്ല. അത് കഴിഞ്ഞിട്ട് അനുമോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അനുമോളുടെ പ്രശ്നം എന്ന് അറിയുമോ? അനുമോൾ എന്ത് കാര്യത്തിലും ജെൻഡർ സാധനങ്ങൾ എടുത്തിടും. ഇന്നും അനുമോൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മറ്റേ ചംസാണ്, മറ്റേ വയർമാനുണ്ട്, പീരീഡ്സ് ആയിട്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, സാബുമാനും ആ ക്യാപ്റ്റൻസി ടാസ്കിലും ഇതേ സംഭവം എടുത്തിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട്. ഇതേ സമയം ഞാൻ അന്നേരം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ അന്നത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിമൻ കാർഡ് എടുത്തിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് പുള്ളിക്കാരി ഒരാൾക്ക് എങ്ങനെയാണ് ഇതെന്താണിത്? അതൊരു 2 ആഴ്ച പോലും ആയിട്ടില്ലല്ലോ ആ സംഭവത്തിന് ശേഷം. എനിക്കറിയണ്ട, ഈ പുള്ളിക്കാരി ജെൻഡർ കാർഡ് ഇടുന്ന വളരെ കോമൺ ആണ്. അത് മാത്രമല്ല, ഒരാളെ അപ്പുറത്ത് പ്രത്യേകിച്ച് നെവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, പോയി ആണാകാൻ നോക്കൂ. അതൊരു സെൻറ്റൻസ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആണല്ലേ, എന്താണ് ഈ ആണാവാൻ നോക്കൂ? നെവിൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, എന്താണ് ഈ ആണെന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് അനുമോൾക്ക് പറ്റുന്ന പ്രശ്നം. അനുമോൾ ഭയങ്കരമായിട്ട് അയാളുടെ ജെൻഡർ വെച്ചിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല ഒരാൾ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടല്ലോ
ഈ ലോകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ലേ, അവരെയൊക്കെ അനുമോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അനുമോളുടെ ഫ്രണ്ട്സ് ആ ഗ്രൂപ്പ്, അതാണ് അവിടെ സൗമാൻ ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ട് നമ്മുടെ അതിലൂടെ, നിങ്ങളുടെ ഐഡിയോളജി ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അങ്ങനെ പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയെന്ന്. അത് വെറും ഗെയിമാണ്, നമുക്കറിയാം അത് വെറും ഗെയിമാണ്. ആദില നൂറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അനു പോലത്തെ ഒരാളെ കൂടെ നടക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഐഡിയോളജിയിൽ എൻ്റെ ഐഡിയോളജി ഭയങ്കര ഡിഫറെൻ്റ് ആണ് അവർ തമ്മിലുള്ള. അപ്പോൾ ജസ്റ്റ് ഒരു ഗെയിമിന് വേണ്ടി മാത്രമുള്ള ഫ്രണ്ട്ഷിപ്പാണ് അത്, സംശയമില്ല. അത് കഴിഞ്ഞ് ബാക്കി ഇത് കഴിഞ്ഞിട്ടും അനു പിന്നെ ഇരുന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അനുവിൻ്റെ അനു എന്താ എവിടെ നിന്നൊക്കെ അനു ഭയങ്കര ഏഴുവലായിട്ട് എന്തൊക്കെയാണെന്നൊക്കെയുള്ള സംഭവങ്ങൾ, ബാക്കിയുള്ളവരൊന്നും അല്ല എന്നുള്ള സംഭവങ്ങൾ. എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും ആരും അങ്ങനെ എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ മാറി മറിയാനു. അത് ലൈഫിൽ എന്താർക്കും എന്താകാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയാതിരിക്കുന്നത് നല്ലത്. ഇപ്പം നമ്മൾ എന്താണെന്നും നാളെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ നെവിൻ അങ്ങനെ തുടങ്ങുവാണ് അനുവിൻ്റെ പഴയ മോറൽ പോലീസിങ് സംഭവങ്ങളൊക്കെ എടുത്ത് നീ അത് ചെയ്തില്ലേ ഇത് ചെയ്ത് അനുവിന് ആർക്കൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ അറിയൂ, നെവിൻ പറഞ്ഞ ഓരോ പോയിന്റും അനു അവിടെ ചെയ്ത ഡേർട്ടി ഗെയിമിനെ കുറിച്ചായിരുന്നു. അനുവിന് പോലും ഒന്നും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് ഷാനവാസിനെ എനിക്ക് പോകേണ്ടി വന്നു. കാരണം ഷാനവാസിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട് അവിടെ അനു, എന്തോ ആ ഒരു പരാമർശം എന്തോ ഉണ്ടായിരുന്നു, അത് എന്തോ കട്ടായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ലൈവിൽ എന്തോ കട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു സംഭവം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസ് അവിടെ നിന്ന് പോയത്. അതുവരെ ഷാനവാസ് സപ്പോർട്ട് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ആരെ, അനുവിനെ. അത് നീ എന്തിനാണ് വെള്ളം ഇറങ്ങിയെന്നൊക്കെ ചോദിച്ച് സപ്പോർട്ട് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും സൈലൻ്റ് ആയി. കാരണം അവിടെ ഒരു അനുവിൻ്റെ ഒരു പ്രശ്നം അതാണ്, അനുവിൻ്റെ ഗെയിമിൻ്റെ പ്രശ്നമാണ് അവിടെ. അത് എടുത്തിടുമ്പോണ്ടല്ലോ ആർക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അനുവിൻ്റെ ഗെയിമിൽ. അപ്പം അവിടെ എടുത്ത് വന്നു അനുവിൻ്റെ ആ കാര്യങ്ങളും പിന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പറയണമെന്ന് ചിലർ വിചാരിക്കും എന്തിനാണ് പിന്നെയും പറയുന്നത്. അതെന്താണെന്നറിയോ, അനു നെവിനോട് പറയുന്ന ആ സംഭവത്തിന് തുടർച്ചയായിട്ടാണ് ആ സംഭവം വന്നത്. അതാണ് അവിടെ നെവിൻ പറഞ്ഞിട്ട് പോയത്, മനസ്സിലായോ? അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അനു അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നെവിൻ ഇതൊന്നും സംസാരിക്കില്ലായിരുന്നു. അപ്പം അതാണ് അവിടുത്തെ സംഭവം. അത് കഴിഞ്ഞിട്ട് അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് അതിലേക്ക് അവിടെ പറഞ്ഞു, നീ പറഞ്ഞ് സെറ്റാണെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം അതിലെ നൂറായിട്ട് മിണ്ടില്ല, സ്വാഭാവികം. അതാണല്ലോ അനുവിൻ്റെ സ്ട്രാറ്റജി. എന്നിട്ട് പോയി ഒറ്റയ്ക്ക് പോയിരിക്കും. ഭാഗ്യത്തിന് ഇന്ന് ആ ഷോട്ടൊന്നും വന്നില്ല, വേറെ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അതൊന്നും വന്നിട്ടില്ല. പിന്നെ അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു ഭക്ഷണം വേണ്ട, ഫുഡ് കഴിക്കില്ല, ഫുഡ് കഴിക്കണ്ട, ദാറ്റ്സ് ഓൾ ഹെർ ഗെയിം, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഗെയിം. ഞാൻ പാർട്ട് ഓഫ് ദ ഗെയിം ആയിട്ട് അതെല്ലാം കൺസിഡർ ചെയ്യത്തുള്ളൂ കേട്ടോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നുമേ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ മെയിൻ സംഭവം വന്നതിന് ഈ കിച്ചൺ ക്യാപ്റ്റൻസ് ആയിട്ടുള്ളത് അവർ കിച്ചണിലും കൂടിയാണ്, അവർ ഫുൾ ചെയ്യുന്നുണ്ടായിരുന്നു ജോലി. അവർ ചെയ്യുന്നുണ്ടെങ്കിൽ വെസൽ ടീം, അത് അനുവും പോയി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വെസൽ ടീമും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി ഒരു ടീമും ജോലി ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു അനീഷ് കുറച്ച് രാവിലെ എന്തോ ചെയ്തെന്ന് പറയുന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല. എല്ലാവരും അവിടെ കിടക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നൂറയൊക്കെ കൈവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇതേ സംഭവം ഇതേ ടാസ്ക് ഒക്കെ തന്നെയല്ലേ അവരും ചെയ്തത്. അവരും സെക്കൻഡും തേർഡൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ടല്ലോ, അവരെന്നിട്ട് പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവർ പണി ചെയ്യുന്നുണ്ടല്ലോ, അതും ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തിയൊക്കെ അവരുണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അത്രയെങ്കിലും ഇത് കാണിച്ചില്ല, അതുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഇത് സമയത്ത് ഇവർ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഷാനവാസും പെങ്ങളുകുട്ടിയും മറ്റേ സൗമാന കൂടി ഇരുന്നിട്ട് അവരെക്കുറിച്ച് കുറ്റം പറയണോ, അക്ബറിനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവർ ആ പോയിസണസ് ആ സംഭവം ഉണ്ടല്ലോ അവരുടെ മനസ്സിൽ നിന്ന് വരുന്നില്ല. അത് പ്രത്യേകിച്ച് ഷാനവാസ് എന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ, ആ ഗെയിമിൻ്റെ അടുക്ക് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട് അക്ബറിന്. അതൊരു നല്ലൊരു പോസിറ്റീവ് ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഫാൻ ബേസ് അല്ല, ഇത് പലരും ഫാനായിരിക്കും, ഫാൻ ബേസ് തോന്നുന്ന ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് മാസമായിട്ട് തോന്നുന്നു. എനിക്കത് പോസിറ്റീവായിട്ട് തോന്നിയിട്ടില്ല. അതൊരു ഭയങ്കര ഒരു ഡേർട്ടി ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഭയങ്കര ഒരു ശത്രുതയും ദുഷ്ടത്തരമൊക്കെ വെച്ച് പെരുമാറുന്ന പോലെ തോന്നുന്നു. അപ്പം ഇവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കുകയാണ് ആരുടെയും നമ്മുടെ പെങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ആദില നൂറ. എപ്പോഴും നമുക്ക് എപ്പോഴും മനസ്സിലായി, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും. ഒരാളൊന്ന് ഇപ്പുറത്ത് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നാൽ ഇപ്പുറത്ത് പോകും. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ആദില നൂറ. അപ്പം നൂറയ്ക്ക് അവിടെ ട്രിഗറായി. നൂറ വന്നിട്ട് ഇനി ഞാൻ ചെയ്യൂല, ഡ്യൂട്ടി ചെയ്യില്ല എന്നങ്ങൾ പ്രഖ്യാപിക്കുക. പ്രഖ്യാപിച്ചപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു ഫുഡ് തരില്ല. കാരണം കഷ്ടപ്പെട്ട് ഇത്ര പാട് വെച്ച് അവരുണ്ടാക്കി, അവർ ആ എഫേർട്ട് ഇട്ടു. ഇവർ അതിൻ്റെ എഫേർട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. പിന്നെ ഇന്നലത്തെ പരിപാടിയൊക്കെ എടുത്തിട്ടല്ലോ, അപ്പോൾ ഇന്നലെ ഫുഡ് കിട്ടിയില്ല, ആ ഇഷ്യൂ ഒക്കെ എടുത്തിട്ടു. പക്ഷെ അതൊന്നും അവിടെ ഇതല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ക്യാപ്റ്റൻസ് പറയുമ്പം കേൾക്കണം, അതാണ് ഒരു ബേസിക് ഡീസൻസിയാണത്. അത് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അവർ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസ് പറഞ്ഞു ഫുഡ് കഴിച്ചോളൂ, അതൊന്നല്ല ഞങ്ങൾ ആ ഫ്ലോയിൽ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല, കഴിച്ചിട്ടില്ല. നൂറേന്ന് അവിടെ ഫുഡേ കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാതെ തന്നെ അതിന് മുമ്പേ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി, തന്നെ കോമൺ നാരങ്ങയൊക്കെ എടുത്ത് ഇഷ്യൂ ഉണ്ടാക്കാൻ നോക്കി. അതൊക്കെ ഇവരെ ട്രിഗർ ചെയ്യാനാണ് കേട്ടോ. ഫുൾ ക്യാപ്റ്റൻസ് ആ 3 ആൾക്കാരെ എഗെയിൻസ്റ്റ് ആണ് ഇവർ കളിക്കുന്നത്. ഇവർക്ക് അത് ശരിക്കും ഒരു അബദ്ധമായി. അവർ കിച്ചൺ എടുക്കണ്ടായിരുന്നു, വേറെ എന്തെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. ആ കിച്ചൺ എടുത്തുകൊണ്ട് അവർക്ക് അത് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് ഈ വീക്ക് മൊത്തം ഇവരെ ട്രിഗർ ചെയ്യിക്കും, നാളെ ഇവരെ തന്നെ ട്രിഗർ ചെയ്യില്ലായിരിക്കും. ഇവരെ വെറുതെ വിടാൻ പോകുന്നില്ല ബാക്കി വീട്ടുകാർ. അത് അവർക്ക് എഗെയിൻസ്റ്റ് ആണ് കളിക്കുന്നത്. കാരണം 3 ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇവർക്ക് എഗെയിൻസ്റ്റ് എങ്ങനെ കളിക്കും, ഇവർ ഗ്രൂപ്പ് കളിക്കുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ കളിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ കളിക്കുമ്പോൾ ഇവർക്ക് എന്താ കളിച്ചാൽ അവരും കളിക്കട്ടെ, എല്ലാവരും കളിക്കട്ടെ, അതിനെന്താ കുഴപ്പം? അപ്പം പക്ഷേ ഇത് ട്രിഗറിങ് ആയിട്ട് മാറി, അവർ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുവാണ്.
അതിനിടക്കാണ് അനീഷിൻ്റെ എഗ് ഇഷ്യൂ ഒക്കെ. അനീഷ് അറിഞ്ഞില്ല പോലും. അതൊക്കെ അനീഷ് വെറുതെ പറയുന്നത് കേട്ടോ. അതൊക്കെ അനീഷിൻ്റെ കണ്ടന്റ് ഒക്കെ ചില സമയത്ത് എനിക്ക് തോന്നും വെറുതെ അനാവശ്യമായിട്ട് അനീഷ് ഇങ്ങനെ പറയുന്നത്. എഗ്ഗൊക്കെ കണ്ടാണ് അനീഷും ഉണ്ടായിരുന്നല്ലോ റേഷൻ വരുമ്പോൾ ഒക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഓരോരുത്തർക്ക് എടുത്തു കൊടുക്കുമ്പോൾ പറയണോ ഓരോ ക്യാപ്റ്റൻ്റെ ഇന്ന ആൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടോ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അനീഷിൻ്റെ അവിടെ എഗ് ഉണ്ട്, അത് അനീഷിന് വേണ്ടപ്പോൾ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ശരിക്കും പറഞ്ഞാൽ ഇവർ ഇതെല്ലാം ചെയ്ത് കിച്ചനും വെസലും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, ബാക്കിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ തന്നെ നൂറയ്ക്ക് അവിടെ ട്രിഗർ ആയപ്പോൾ നൂറ് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്നായി. ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നൂറയും ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർ ഭക്ഷണമേ കഴിച്ചില്ല. ആരാന്നറിയോ? നൂറ, അനീഷ് എന്തിനാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? വേറെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല. ആർക്ക് പോയി? എന്നിട്ട് നൂറ് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് പറയുന്നത് നിങ്ങൾ തോറ്റു എന്നാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളല്ലേ ഭക്ഷണം കഴിക്കാതിരുന്നത്, അവരെന്തിനാ തോക്കുന്നു? അവരവരുടെ ജോലിയും ചെയ്തു, അവർ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി, നിങ്ങൾ പട്ടിണി കിടക്കുന്നു, ഫ്രൂട്ട്സ് കഴിക്കുന്നു, നിങ്ങളാണ് തോറ്റത്. അവിടെ ജയവും തോൽവിയൊന്നുമില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം. യു ആർ അറ്റ് ലോസ്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ മര്യാദയ്ക്ക് ജോലി ഇവർ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഈ ആഴ്ച മൊത്തം അവർ ജോലിയൊന്നും ചെയ്യും. അത് നാളെ വെസൽ ടീം തന്നെ ചെയ്യും. മൊത്തം ഇവർക്ക് എഗെയിൻസ്റ്റാണ് കളിക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ കളിച്ച് നിൽക്കണമെങ്കിലും ധൈര്യം വേണം. അത് ഇവർക്കുണ്ട്. 3 പേര് കളിക്കട്ടെ. പക്ഷേ നെവിൻ ഒരിച്ചിരി കൺട്രോളിൽ വന്നാൽ കുറച്ച് നെഗറ്റീവ് ആവാതെ പോവാം. പക്ഷേ ആ നെഗറ്റിവിറ്റി വരും, അത് വരുമല്ലോ, നോർമലാണ്. ഫാൻസ് അഗെയിൻസ്റ്റ് കളിക്കുമ്പോൾ നെഗറ്റിവിറ്റി വരും. ഇറ്റ്സ് ഓക്കെ, പ്ലേ ദ ഗെയിം, പ്ലേ ആൻഡ് ഗോ. അതിന് നെഗറ്റിവിറ്റി വരുന്ന പേടിച്ച് കളിക്കാതിരിക്കണോ? അവർക്കതൊന്ന് ഈസി ആയിട്ട് കപ്പ് എടുത്ത് കൊടുക്കാമല്ലോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കളിച്ചോളൂ. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നൊരു സംഭവമുണ്ട് ഇന്നലെ, അനുമോളുടെ ഡ്രാമ സൂപ്പർ. അത് എനിക്ക് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായി. അത് ഞാനും ആലോചിച്ചു, അനുമോൾ എവിടെ കിടക്കും? ഞാനത് ആലോചിച്ചിരിക്കുന്നത്, അനുമോൾ എവിടെയായിരിക്കും ഇന്ന് രാത്രി കിടക്കുക? അതായത് എൻ്റെ ക്വസ്റ്റ്. നോക്കിപ്പിന്നടാ, ഇത്ര വലിയ വീട്ടിൽ കുറേ അവിടെ ഓൾറെഡി കുറേ ബെഡ് ഫ്രീ ഉണ്ട്. അല്ലെ അവിടെ ബെഡ് മാറ്റിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. ആ ബെഡ് ജസ്റ്റ് ആ ബെഡ് നനഞ്ഞ ബെഡ് മാറ്റി വേറൊരു ബെഡ് ഇട്ട് കിടന്ന് ഉറങ്ങാം. അങ്ങനെയല്ല, പുള്ളിക്കാരി ആ പിങ്ക് സ്ഥലം ഉണ്ടല്ലോ, ഇപ്പം ഇവർ വന്നിരിക്കുന്ന അക്ബറൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് പോയി താഴത്ത് കിടന്നുറങ്ങുന്നു. അപ്പം അക്ബർ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എടാ ഇവൾക്ക് തന്നെ ട്രോഫി എടുത്തോട്ടെടാ, ഇത്ര പാടുവിടുന്നു. പി ആറൊക്കെ പുറത്ത് തരംഗമായിരിക്കുന്നു. ശരിയാണ്, പി ആറൊക്കെ തരംഗമാണ്. അതൊക്കെ ക്ലിപ്പ് ഇട്ടിട്ട് അയ്യോ കണ്ടില്ലേ ഞങ്ങൾ അനുമോളെ ബുള്ളി ചെയ്യുന്നു. ഞാൻ പല വീഡിയോസിൻ്റെയും ടൈറ്റിൽ കണ്ടിട്ട് ഞാൻ അല്ലെങ്കിൽ ബുള്ളി ചെയ്യുന്നു. എന്നിട്ട് അവർ കമ്പയർ ചെയ്യുന്നത് ആരായിട്ടെന്നറിയോ? പണ്ട് സിജോയും റോക്കിയൊക്കെ ചെയ്തതാണ് ബുള്ളി. അതാണിത്. അത് ഫിസിക്കൽ അസൾട്ടാണ്. അത് ഏറ്റവും എക്സ്ട്രീം ഫിസിക്കൽ അസൾട്ടായിരുന്നു. അത് സംശയം എന്താ? അതുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. ഇത് ട്രിഗറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. നെവിൻ അവിടെ ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ല അനുവിനെ. അവിടെ നെവിൻ ചെയ്യാവുന്ന മാക്സിമം നെവിൻ എന്താ ചെയ്യാൻ പറ്റുക? വെള്ളം ഒഴിച്ചോളൂ വന്ന് അനുഭവിക്കുമ്പം കാലിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് ബെഡിലേക്ക് കാലിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു. മൈക്കിലേക്ക് പോലും മുളിക്കാൻ ഒഴിച്ചില്ല. അത് ഓർത്തോളണം. അപ്പോൾ ഫിസിക്കൽ അസൾട്ടിനൊക്കെ കമ്പയർ ചെയ്തിട്ട് വീഡിയോ ഇടുന്ന കുറേ PR ടീംസും ഉണ്ട്. ഞാനത് കണ്ടിട്ട് ഞാൻ ആലോചിച്ചു, ഇതെന്ത് ഈ പറയുന്നത്? ഇവർ അങ്ങനെയാണ്. അപ്പോൾ അനുമോൾ എന്ത് ചെയ്താലും അത് ശരി. പക്ഷെ അനുമോളുടെ വായിലിരിക്കുന്ന വാക്കൊന്നും ശരിയല്ല. അത് ഞാൻ എപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അനുമോൾ ചെയ്തിട്ടുള്ള ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു കാര്യത്തിന് പോലും. അത് ഇന്നും നാളെയും സപ്പോർട്ട് ചെയ്യത്തില്ല. അനുമോൾ അതിന് മാപ്പും പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് ഇന്ന് നെവിൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാപ്പ് പോലും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല പുള്ളിക്കാരി. ഇനി പുറത്തിറങ്ങിയിട്ട് പറയുമെന്നൊന്നും എനിക്കറിയില്ല. അത് നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ദേഷ്യം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പം നമുക്ക് നോക്കാം. ഇനി മെയിനായിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് BB പ്ലസ്സിൽ കുറച്ച് കാര്യം. പിന്നെ ഇവർ പറയുന്നുണ്ട് വീക്ക്ലി ടാസ്ക് അനുസരിച്ച് ഇവരൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതറിയോ? ഇനി വീക്ക്ലി ടാസ്ക് അനുസരിച്ച് നമുക്ക് ക്യാപ്റ്റൻ എടുക്കണ്ട. പിന്നെ എന്തിൻ്റെ ബേസിൽ ക്യാപ്റ്റൻ എടുക്കും? അങ്ങനെയാണെങ്കിൽ എപ്പോഴും അനുമോൾ തന്നെ ക്യാപ്റ്റൻ ആവുമല്ലോ, അല്ലെങ്കിൽ എപ്പോഴും ഷാനവാസ് തന്നെ ക്യാപ്റ്റൻ ആവുമല്ലോ. അങ്ങനെയല്ല, അന്നത്തെ ആഴ്ചത്തെ പെർഫോമൻസ് വെച്ചിട്ടാണ് ക്യാപ്റ്റൻസ് എടുക്കുന്നത്. ഇപ്പം ഇരുന്ന് പറയുന്നു അങ്ങനെ. അത് കേപ്പബിലിറ്റി വേണം പോലും. അവർക്ക് കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മിസ്റ്റേക്സ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒത്തിരുന്നിട്ടല്ല ഒരു വീട് നടക്കുക. അതല്ലല്ലോ, നിങ്ങളിപ്പോഴും ആ ഒരു റിവെഞ്ചും ആ ഒരു ഈഗോ ഒക്കെ വെച്ചിട്ടാണ് പെരുമാറുന്നത്. അതാണ് ഇവിടെ നടക്കുന്ന പ്രശ്നം. അത് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറയുന്നത് ഒരു ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ചെയ്യില്ലാത്തത് നിങ്ങളുടെ മര്യാദയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അവിടെ മാസൊന്നുമില്ല. അവിടെ ഞാൻ മര്യാദയായിട്ട് പറയുന്നു. അതെല്ലാവരും അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ബിഗ് ബോസ് ഹൗസ് അങ്ങനെ നടന്നു പോകും. അങ്ങനെയല്ലല്ലോ. അതൊക്കെ ഒരു പാർട്ട് ഓഫ് കുറച്ചൊക്കെ കണ്ടന്റിന് വേണ്ടി ചെയ്യാം. പക്ഷെ ഒരുപാടാകുമ്പം അത് നമുക്ക് എനിക്കിഷ്ടപ്പെടില്ല. ഞാൻ പോസിറ്റീവായിട്ട് എടുക്കില്ല. ഒരു ഗെയിമിൻ്റെ ആ ഫ്ലോയും ആ രസം ഉണ്ടല്ലോ, ഒരു പ്ലസൻറ്റ്നെസ് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്ലസൻറ്റ്നെസ് കുറയ്ക്കും. എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ള മെയിനായിട്ട്. നമുക്ക് നോക്കാം, നാളെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇതുപോലെ തന്നെ. പോസിറ്റിവിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഫുൾ നെഗറ്റീവ് ആയിരിക്കും. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കഴിയണവരെ മിക്കവാറും ജയിൽ ടാസ്ക് ഉണ്ടാവില്ല, ജയിൽ നോമിനേഷൻ ഉണ്ടാവില്ല. മിക്കവാറും ജയിൽ നോമിനേഷൻ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം ക്യാപ്റ്റൻ ഫ്രീ വീക്ക് ആയിരിക്കും നെക്സ്റ്റ് വീക്ക് മിക്കവാറും. അല്ലെങ്കിൽ
നോക്കാം നമുക്ക്. കാരണം നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആയാലും ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ സാധ്യതയില്ല, എല്ലാവരും നോമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആര് ഔട്ടായാലും അവർ വെൽ പ്ലേഡ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവരിൽ 3 പേര് ആര് ഔട്ടായാലും വെൽ പ്ലേഡ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അവർ പ്ലേ ചെയ്തു, ഗെയിം കളിച്ചു, പേടിക്കാതെ കളിച്ചു. അങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് വരുന്നവർ കളിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത കൊല്ലമൊക്കെ ആൾക്കാർ പേടിച്ചിരിക്കണോ? PR ഉള്ള ആൾക്കാരും ഫാൻ ബേസ് ആൾക്കാരൊക്കെ പേടിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഷോ കിട്ടും? നമുക്ക് ഒരു കാണാനൊന്നും ഉണ്ടാവില്ല. അതിനേക്കാളും നല്ലത് ഇതൊരു ഇങ്ങനെ പോസിറ്റീവായിട്ട് പോട്ടെ. അടുത്ത കൊല്ലം വരുന്നവരും പേടിക്കാതെ കളിക്കുക. കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പം കുറച്ച് കഴിയുമ്പോൾ ശരിക്കുള്ള ആക്ച്വൽ ഫാൻസ് ഉണ്ടാവും. ആക്ച്വൽ ഫാൻസ് നിങ്ങളോട് നിൽക്കും. ഇല്ലാത്തവർ ഈ പറഞ്ഞ ഈ PR മറ്റേ ഫേക്ക് ഫാൻസൊക്കെ ഉള്ളവർ അതൊക്കെ പോവും. അത് വേറെ രീതിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ബൈ.